മനു പോയതിന് പുറകെ ആമിയോടും ചിന്നുവിനോടും പറഞ്ഞിട്ട് ജെനിയും അവളുടെ മുറിയിലേക്ക് പോയി. ചിന്നു, എന്താടി, നിനക്ക് വിഷമമായോ? എന്തിന്? മനുചേട്ടൻ അനാഥനാണെന്നറിഞ്ഞപ്പോൾ. ആമേ, നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇഷ്ടപ്പെട്ടത് ആ ചേട്ടനെയാ, അല്ലാതെ ചേട്ടൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടും രണ്ട് ജാതിയല്ലേ. എനിക്ക് ആ കാരണം മതിയല്ലോ എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ. ഞാനൊരു കാര്യം ഉറപ്പിച്ചു. ചിന്നു പറഞ്ഞുകൊണ്ട് ആമിയെ നോക്കി. എന്താ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ആ മനുഷ്യനെ കൊണ്ടേ പോകുള്ളൂ. എൻ്റെ പിള്ളേരെ കൊണ്ട് ഞാൻ അങ്ങേരെ അച്ഛ എന്ന് വിളിപ്പിക്കും. ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമിക്ക് അവളുടെ തീരുമാനം കേട്ട് അവളോട് ബഹുമാനം തോന്നി. തേപ്പുകളുടെ ഈ കാലത്ത്, പണവും സൗന്ദര്യവും മാത്രം നോക്കി പ്രേമിക്കുന്ന ഈ കാലത്ത്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യം പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ ചിരിച്ചുകൊണ്ട് ചിന്നുവിനെ കെട്ടിപ്പിടിച്ചു. എന്താടി പെണ്ണെ? ചിന്നു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. യു ആർ ഗ്രേറ്റ് ചിന്നു. അതെന്താടി അങ്ങനെ? ആ ചേട്ടന് ആരുമില്ലെന്നറിഞ്ഞിട്ടും നിനക്ക് സ്നേഹിക്കാൻ തോന്നിയല്ലോ. എൻ്റെ ആമിക്കുട്ടി, ഈ ലോകത്ത് ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ല. ഒരമ്മയും അച്ഛനും ഇല്ലാതെ എങ്ങനെയാടി മക്കളുണ്ടാവുക? പിന്നെ ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ അനാഥരാക്കുന്നത്. ഇന്ന് എനിക്ക് അച്ഛനും അമ്മയുണ്ട്, അത് ലൈഫ് ലോങ് ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അവരും ഒരു നാൾ എന്നെ വിട്ടുപോകും. അപ്പോൾ ഞാനും അനാഥയാകുമല്ലോ ഡി. ചിന്നു പറഞ്ഞുകൊണ്ട് ആമയുടെ മുഖത്തേക്ക് നോക്കി. പോടി, ഞാനല്ലേ നിനക്ക്? ആമി പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. മനുവേട്ടനും ഞാനും എൻ്റെ പിള്ളേരും ഉണ്ടല്ലോ. ചിന്നു ചിരിച്ചുകൊണ്ട് ആമിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ആമി ചിരിച്ചു. മനു നേരെ ചെന്നത് ജോയുടെ അടുത്തേക്കായിരുന്നു. മനു ചെന്നപ്പോൾ ജോ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഒരു കൈ നെറ്റിക്ക് കുറുകയും മറുകൈ വയറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു. ജോ, മനു അടുത്ത് ചെന്നിരുന്നു കൊണ്ട് അവനെ വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? നീ കാര്യം പറയും. നീ എന്തിനാ ജോ ഇങ്ങനെ സ്വയം നശിക്കുന്നത്? നിന്റെ ഈ രീതികൾ നിന്റെ പപ്പയും അമ്മയും എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ഓരോ നിമിഷവും ഉരുകിക്കൊണ്ടിരിക്കുവാ ഞാൻ. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. എടാ, നീ ഇങ്ങനെ കാണിക്കുമ്പോൾ ജെനി വിചാരിക്കുന്നത് അവൾ കാരണമാണ് നീ ഇങ്ങനെ നശിക്കുന്നത് എന്നല്ലേ? ഒരു വേദനയുടെ കൂടെ നീയും കൂടെ അവളെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? എല്ലാം എനിക്കറിയാം മനു. പക്ഷേ ചില സമയം എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ സമയം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കൂട്ടുപിടിക്കുന്നത്. ജോ, ജെനി തന്നെ ഇന്ന് എന്നോട് പറഞ്ഞു ആമി കാരണം അവൾ മാറാൻ ശ്രമിക്കുകയാണെന്ന്. ആമി അത്രയും പാവമായതുകൊണ്ടല്ലേ ജെനിയെ അവൾ അവളോടൊപ്പം കൂടെ നിർത്തുന്നത്. നിന്നോടുള്ള ദേഷ്യത്തിന് വേണമെങ്കിൽ ആമിക്കത് ജെനിയോട് കാണിച്ചൂടെ? നീ ആമിയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കോ? മനു, നിങ്ങൾ എന്നോട് എപ്പോഴും പറയാറില്ലേ എനിക്ക് പ്രണയം എന്ന വികാരം എന്താണെന്ന് അറിയില്ലെന്ന്? ഒരു പെണ്ണിനെ ഞാൻ നോക്കാത്തത് അതുകൊണ്ടാണെന്ന്. ഞാനൊരു പുരുഷൻ തന്നെയാണോ എന്ന് ചോദിച്ച് നിങ്ങൾ എന്നെ കളിയാക്കാറില്ലേ? ശരിയാ നിങ്ങൾ പറഞ്ഞത്. എനിക്ക് പ്രണയം എന്താണെന്ന് അറിയില്ല. അല്ല, അറിയില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞത് അവളെ കണ്ടപ്പോഴാണ്. എൻ്റെ മനസ്സിലും പ്രണയമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അന്നായിരുന്നു. ജോ പറഞ്ഞുകൊണ്ട് മനുവിനെ നോക്കി. ജോ അവൻ്റെ ഫോണെടുത്ത് ഗാലറി ഓപ്പൺ ചെയ്ത് മനുവിന് കൊടുത്തു. മനു ഫോണിലേക്കും ജോയെ മാറി മാറി നോക്കി. ജോ, മനു സംശയത്തോടെ അവനെ വിളിച്ചു. ഇവളാ എൻ്റെ മനസ്സിൽ ആദ്യമായി കയറിക്കോടിയ പെണ്ണ്. കണ്ടപ്പോൾ തന്നെ എൻ്റേതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ എൻ്റെ പെണ്ണ്. ഈ ജോഷുവയുടെ മിന്നിൻ്റെ ഏക അവകാശി. ജോ, മനു, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അവളോട് ദേഷ്യമാണ്, വെറുപ്പാണ് എനിക്ക്. എൻ്റെ മോളെ വേദനിപ്പിച്ചത് അവളുടെ ചേട്ടനല്ലേ? ആ കുടുംബത്തിലെയല്ലേ അവളും ചതിക്കും. ജോ, അവൻ ചെയ്ത തെറ്റിന് അവളെന്ത് ചെയ്യാനാ? എനിക്കറിയില്ല മനു. എനിക്ക് ഭ്രാന്ത് പിടിക്കും ഓരോന്ന് ആലോചിക്കുമ്പോൾ. നീ ഇങ്ങനൊരു കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാ? നിങ്ങളോട് പറയാനുള്ള ഒരു സാഹചര്യവും സാവകാശവും എനിക്ക് കിട്ടിയില്ല. അതിനു മുൻപ് എല്ലാം എൻ്റെ കൈവിട്ട് പോയിരുന്നു. നീ ആമയെ കണ്ടത് എവിടെ വെച്ചാ? ഞാനൊരിക്കൽ ഓഫീസിൽ പോയപ്പോൾ വഴി വെച്ചാ അവളെ ആദ്യമായി കാണുന്നത്. അന്ന് വഴിയോരത്ത് കച്ചവടം നടത്തിയിരുന്ന ഒരു തമിഴ്നാട് സ്ത്രീയുടെ മകളെ എടുത്ത് കൊഞ്ചിക്കുന്ന അവളെ ഞാൻ നോക്കിയിരുന്നു. അവൾ ആരാണെന്നും എന്താണെന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. അവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് എടുത്തു വെച്ച ഫോട്ടോയാണിത്. അവളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് പറയാമെന്ന് കരുതി 2 ദിവസം അവൾ എൻ്റെ ഉറക്കം കെടുത്തി. ഞാൻ എത്ര അന്വേഷിച്ചിട്ടും ഇവളെ പിന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ആ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജെനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് അവൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് ഞാൻ അവൻ്റെ നാട്ടിൽ ചെന്നപ്പോഴാണ് അവൻ്റെ അനിയത്തിയാണ് ഇവളെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇവളിവിടെ ഹോസ്റ്റലിലാണെന്നൊക്കെ ഞാൻ അന്നാണ് അറിഞ്ഞത്. അന്ന് എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന്
എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അന്ന് ഞാൻ ആകെ തകർന്നു പോയി മനു. അവളോടുള്ള ഇഷ്ടത്തിന് മുകളിൽ അവനോടുള്ള വാശിയായിരുന്നു എനിക്ക്. ഞാൻ ജീവനെപ്പോലെ സ്നേഹിച്ച എൻ്റെ മോളെ അവനെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞപ്പോൾ അതേ വേദന അവനോ അനുഭവിക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളൊക്കെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ സമ്മതിക്കാഞ്ഞത് എൻ്റെ കുഞ്ഞിനെ നാട്ടുകാരുടെ മുൻപിൽ പരിഹാസപാത്രമാക്കി അവളെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ജോ, നിനക്ക് അവളെ ഇപ്പോൾ എനിക്കിഷ്ടമല്ല, വെറുപ്പാ എനിക്ക്. അവളെ ഞാൻ വേദനിപ്പിക്കും. അവൻ വരണം എൻ്റെ അടുത്ത്, അവൾക്ക് വേണ്ടി. അതുവരെ അവളെ ഞാൻ വേദനിപ്പിക്കും. എൻ്റെ ജെനി അനുഭവിച്ച മാനസിക വിഷമം എന്താണെന്ന് അവളും അവനും അറിയണം, ജോ ദേഷ്യത്തോടെ പറഞ്ഞു. മനു എന്ത് പറയണം എന്ന മാനസികാവസ്ഥയിലായിരുന്നു. ആരുടെ ഒപ്പം നിൽക്കണമെന്ന് അവന് മനസ്സിലാകുന്നില്ലായിരുന്നു. ജോയുടെ ഭാഗം ആലോചിക്കുമ്പോൾ ജോ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നും. ആമയുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അവൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നും. മനു, എനിക്ക് ഒരു കുപ്പി കൂടി വേണം, ജോ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇല്ല ജോ, ഇനി നീ കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, മനു ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. നിന്നോട് ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ കെട്ടൊക്കെ വിട്ടു മനു. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇനി കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ജോ, മനു ഉറപ്പിച്ചു പറഞ്ഞതും അവന് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. മനു താഴേക്കിറങ്ങി. ജോ, നീ എത്ര അവളെ വെറുക്കുന്നുണ്ടെന്ന് നാവുകൾ കൊണ്ട് പറഞ്ഞാലും നിന്റെ കണ്ണുകൾ അത് കള്ളമാണെന്ന് പറയുന്നുണ്ട്, മനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. താഴെ ആമയും ചിന്നുവും ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു. അവർ തിരിച്ചു. അവൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങി. പോകുന്ന വഴിയിൽ അവൻ ആമയെ തിരിഞ്ഞു നോക്കി ധൈര്യമായി ഇരിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞിട്ട് കണ്ണു ചിമ്മി കാണിച്ചു. അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. ചാച്ചാ, ജെനി വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി. എന്താ മോളെ, എന്തു പറ്റി? അവൻ ആവലാതിയോട് ചോദിച്ചു. ചാച്ചാ, പപ്പയോട് എന്തിനാ വഴക്കുണ്ടാക്കിയത്? പപ്പയ്ക്ക് എന്ത് വിഷമമായെന്നറിയോ? ഞാൻ കാരണമല്ലേ ചാച്ചനും പപ്പയും? അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു. അല്ല, ഒരിക്കലും അല്ല. എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാ. അല്ല, ചാച്ചനും പപ്പയും ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കൊരു ജീവിതം എനിക്ക് കിട്ടില്ലെന്ന് കരുതിയാ ചാച്ചൻ ഒരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാത്തത്. ഞാൻ കാരണമാ ചാച്ചൻ ഇങ്ങനെ നശിക്കുന്നത്. പ്ലീസ് ചാച്ച, എനിക്ക് വേണ്ടി ചാച്ചൻ സ്വയം നശിക്കരുത്. ഞാനിങ്ങനെ ജീവിച്ചോളാം. ചാച്ചൻ പപ്പ പറയുന്നത് കേൾക്കണം. എനിക്ക് വേണ്ടി ചാച്ചൻ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ ചാച്ചൻ്റെ അവസ്ഥ കാണും തോറും ഞാൻ തകർന്നു പോകും. നിങ്ങളോടൊക്കെ കള്ളം പറഞ്ഞ് നിങ്ങളെ ചതിച്ചതിൻ്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ചാച്ച. പ്ലീസ്, ഞാൻ ചാച്ചൻ്റെ കാല് പിടിക്കാം. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കാലിൽ പിടിച്ചതും അവൻ പെട്ടെന്ന് കാല് വലിച്ചെടുത്തു. ജെനി, എന്താ നീ കാണിക്കുന്നത്? ചാച്ചൻ എനിക്ക് വാക്കുതാ, ചാച്ചൻ വിവാഹം കഴിച്ചോളാന്ന് അവൾ കൈകൾ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ജെനി, എനിക്ക് പറ്റില്ല. മോളിപ്പോ. ഇല്ല, ഞാൻ പോകില്ല. ചാച്ചനൊരു തീരുമാനം പറയാതെ ഞാൻ പോകില്ല. ചാച്ചൻ എപ്പോഴും പറയില്ലേ ഞാൻ ചാച്ചൻ്റെ ജീവനാണെന്ന്? എന്നിട്ട് എൻ്റെ വാക്കുപോലും ചാച്ചൻ കേൾക്കുന്നില്ലല്ലോ. മോളെ, നീ പറഞ്ഞ എന്തേലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? ആര് പറഞ്ഞത് കേട്ടില്ലെങ്കിലും നീ പറയുന്നത് ഞാൻ കേൾക്കാറില്ലേ? പക്ഷേ ഇത് മാത്രം മോളെന്നെ നിർബന്ധിക്കരുത്. ശരി, ചാച്ചൻ ഇനി ഒന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. ഞാനും ചാച്ചൻ്റെ അടുത്ത് ഒന്നിനും വരില്ല. അവൾ അതും പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ജെനി, അവൻ വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങിപ്പോയി. ജെനി, ഞാൻ എവിടെയൊക്കെ നോക്കി, നീ എവിടെയായിരുന്നു? സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ജെനിയെ കണ്ടുകൊണ്ട് ആമി ചോദിച്ചു. എന്താ ജെനി, എന്തു പറ്റി? കണ്ണുകൾ തുടയ്ക്കുന്ന ജെനിയെ കണ്ട് ആമി ആവലാതിയോട് ചോദിച്ചു. ഞാൻ ചാച്ചൻ്റെ അടുത്ത് പോയതാ ആമി, പപ്പ പറഞ്ഞത് പറയാൻ. ചാച്ചൻ്റെ വിവാഹത്തിൻ്റെ കാര്യം. ജെനി ആമിയെ നോക്കി പറഞ്ഞതും ആമിയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. എന്നിട്ട്? ചാച്ച സമ്മതിക്കുന്നില്ല ആമി. വിവാഹം വേണ്ടെന്നാ ചാച്ചൻ പറയുന്നേ. ഞാൻ കാരണമാണോ ആമി ചാച്ചൻ? അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആമിയുടെയും കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു. സാരമില്ല, വാ, ആൻറ്റി കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അവൾ ജെനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ ആമി, ആമി, ചിന്നു വിളിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. എന്താ മോളെ, എന്തു പറ്റി? അവളുടെ വിളി കേട്ടുകൊണ്ട് ലിസ സംശയത്തോടെ ചോദിച്ചു. ആമിയെ കാണുന്നില്ല ആൻറ്റി, മുറിയിലൊന്നുമില്ല. ചിന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. മോൾ എവിടെ പോകാനാ? രാവിലെ എൻ്റെ അടുത്തും വന്നില്ലല്ലോ. ഇനി വീട്ടിലെങ്ങാനും പോയി കാണുമോ? എന്നാലും നമ്മളോട് പറയാതെ പോകില്ലല്ലോ അല്ലേ ആൻറ്റി? ബാഗും ഡ്രസ്സും ഒക്കെ മുറിയിലുണ്ട്. എനിക്ക് പേടിയാകുന്നു ആൻറ്റി. മോള് ആമയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ലിസ പറഞ്ഞതും ചിന്നു ഫോൺ എടുക്കാൻ മുറിയിലേക്ക് പോയി. പിന്നെ തിരികെ വന്നു. എന്താ മോളെ, വിളിച്ചോ? അവളുടെ ഫോൺ ഇവിടെയുണ്ട് ആൻറ്റി, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഇരുവരുടെയും സംസാരം കേട്ട് ജേക്കബും ജെനിയും ഇറങ്ങി വന്നിരുന്നു. എന്താ ലിസ? ആമി മോളെ കാണുന്നില്ല ഇച്ചായ.
ഇവിടെ എങ്ങും ഇല്ല. ഫോണും ഡ്രസ്സും ബാഗും ഒക്കെ ഇവിടെ ഉണ്ട്. അവർ ആവലാതിയോടെ പറഞ്ഞു. മോളുടെ കൂടെ അല്ലായിരുന്നോ ആമി? അയാൾ ചിന്നുവിനെ നോക്കി ചോദിച്ചു. അതേ അങ്കിൾ, രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നില്ല. ആദ്യം ഞാൻ ബാത്റൂമിലായിരിക്കുമെന്നാ കരുതിയത്. കുറേ നേരമായിട്ടും ഇറങ്ങാത്തത് കൊണ്ട് നോക്കിയപ്പോഴാ അവിടെ ഇല്ലെന്ന് മനസ്സിലായത്. ചിന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ആമി. ചിന്നു കരഞ്ഞു. ജെനി അവളുടെ കയ്യിൽ പിടിച്ചവളെ സമാധാനിപ്പിച്ചു. ലിസ, ജോയെ വിളിച്ച് എഴുന്നേൽപ്പിക്ക്. എന്നിട്ട് അന്വേഷിക്കാൻ പറ. ഞാൻ നമ്മുടെ ശ്രീധരനെ ഒന്ന് വിളിക്കട്ടെ. അയാൾ അതും പറഞ്ഞ് ഫോൺ എടുത്തു. ലിസ ജോയുടെ മുറിയിലേക്കും പോയി. ഇച്ചായ, എന്താ ലിസ? ജോ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? അവൻ രാവിലെ എവിടെ പോയി? അതും പറഞ്ഞ് അയാൾ വെളിയിലേക്ക് ഇറങ്ങി. അവൻ്റെ കാർ ഇവിടെ ഇല്ലല്ലോ. നീ അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. അയാൾ പറഞ്ഞതും അവർ ഫോൺ എടുത്ത് ജോയെ വിളിച്ചു. എന്താ ലിസ, എടുക്കുന്നില്ലേ? സ്വിച്ച് ഓഫ് അയച്ചായ. അവർ പറഞ്ഞതും എല്ലാവർക്കും സംശയമായി. നീ മനുവിനെ നിക്കുവിനെ ഒന്ന് വിളിക്ക്. അയാൾ പറഞ്ഞതും അവർ രണ്ടുപേരെയും വിളിച്ചു. എന്നാൽ അവർ ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ചിന്നുവിന് ആമയുടെ കാര്യങ്ങൾ ഓർക്കും തോറും വല്ലാത്ത പേടി തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.